SML മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ സെയിൽസ് ഡാറ്റ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് ഏകദേശം 77% ഒരു വർധനവായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇയർ ഓൺ ഇയർ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിലുണ്ടായിരുന്ന 576 യൂണിറ്റുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് 1019 യൂണിറ്റുകളുടെ ഒരു സെയിൽസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 39% ഒരു വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 1455 യൂണിറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വളരെ ഭേദപ്പെട്ട ഒരു മികച്ച രീതിയിലുള്ള ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് തന്നെയാണ് SML മഹീന്ദ്ര ഈ ഒരു ഡിസംബർ മാസത്തിൽ നിലവിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഓഹരിയിൽ എന്താണ് നിലവിൽ ഇപ്പോൾ അനലിസ്റ്റുകളുടെയൊക്കെ ഒരു വ്യൂ പോയിന്റ്? ടെക്നിക്കലി സ്ട്രോങ് സൈഡിലാണ് ഈ ഓഹരി ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം ലാസ്റ്റ് ടൈം മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു സ്റ്റോക്ക് അതിന് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇത് മാർക്കറ്റിലെ സെൽ ഓഫ് പോലും ഈ ഒരു സ്റ്റോക്കിനെ ബാധിച്ചില്ല. കൂടാതെ റീസെൻ്റ്ലി നമുക്കറിയാം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 13th ഡിസംബറിലാണ് ഒരു പ്രോപ്പർ ബേസ് ബ്രേക്കൗട്ട് 3882 എന്ന ലെവലിൽ നിന്ന് ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ്. കൂടാതെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു അപ്പർ സർക്യൂട്ട് ലിമിറ്റ് എല്ലാം 5% ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിനെ ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്.